വലിയ രീതിയിലുള്ള അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചില ആൾക്കാർ LDF-ലേക്ക് വരാനുള്ള താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള. LDF-ലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ വിവിധ മേഖലയിൽ നിന്ന് വരും, അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം UDF എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നുണ്ട്, ഒരാൾ മുഖ്യമന്ത്രി ആവേണ്ടി വരില്ല എന്ന് പറയാൻ ഞാനല്ലല്ലോ പറഞ്ഞത്, സുധാകരനല്ലേ. 2026 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്, സുധാകരനെ ഒഴിവാക്കിയത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന്, കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. ആ മുന്നണി ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച നമ്മുടെ പ്രകടന പത്രികയിൽ 900 എണ്ണം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് പുറമെ 26 പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തതിനെ സംബന്ധിച്ചും പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ പ്രോഗ്രസ് കാർഡ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. ഞങ്ങളെ പലപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവരെന്നെ. മലയാള മനോരമക്ക് തന്നെ 55% മാർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പാസ്സായില്ലേ? മനോരമ 55% മാർക്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞു 55 അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 90 കൊടുക്കുകയാണെന്ന്.